സുഭാഷിതം. മാതാപിതാ ച മേ ശത്രുർ യേന ബാല്യേന പഠ്യതേ സഭാമധ്യേ ന ശോഭേത ഹംസമധ്യേ ഭഗോ യഥാ. ഈ നീതിസാര ശ്ലോകം ഇന്ന് ഏറെ പ്രസക്തമാണ്. ശ്ലോകം മുഴുവനും വേണ്ട, ആദ്യ പകുതി തന്നെ ധാരാളം. കുട്ടിക്കാലത്ത് തന്നെ വേണ്ടത്ര വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകാത്ത അച്ഛനമ്മമാർ ശത്രുക്കളാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വിദ്യ നൽകാതിരുന്നാൽ ആ കുട്ടികൾ വളർന്ന് ഒരു സദസ്സിലെത്തിയാൽ അരയന്നങ്ങൾക്ക് നടുവിൽ അകപ്പെട്ട കുക്കിനെ പോലെയാകും എന്നാണ് രണ്ടാം പകുതിയുടെ അർത്ഥം. യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ മഹത്വത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കുട്ടിക്കാലത്ത് കുട്ടികളെ അവരുടെ അഭിരുചികൾക്കൊത്ത് ശ്രേയസ്കരമായും ജോലി സാധ്യതയ്ക്ക് ഉതകുന്ന തരത്തിലും വേണ്ടത്ര പഠിപ്പിക്കണം. അതിനുള്ള അവസരമൊരുക്കേണ്ടതും സഹായങ്ങൾ നൽകേണ്ടതും മാതാപിതാക്കളുടെ കടമയാണ്. ആ കടമ നിർവഹിക്കാത്ത മാതാപിതാക്കൾ മക്കളുടെ ശത്രുക്കളായിരിക്കും എന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഭാരതത്തിലെ ഋഷിമാർ പറഞ്ഞു വച്ചിരിക്കുന്നു. വിദ്യാഭ്യാസം നേടുക എന്നത് കുട്ടികളുടെ മൗലികാവകാശങ്ങളിൽ ഒന്നാണ്. ആ അവകാശം നിഷേധിച്ച് അവരെ അടുക്കളപ്പണികൾക്കോ മറ്റ് കൂലിവേലകൾക്കോ അയക്കുന്നത് കുറ്റകരമാണെന്ന് ഇന്ത്യൻ നിയമങ്ങൾ അനുശാസിക്കുന്നു. പെൺകുട്ടികളെ അവരുടെ ഇഷ്ടം നോക്കാതെയും പ്രായം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടുമുള്ള പക്വത നേടാതെയും വിവാഹം കഴിപ്പിക്കുന്നതും ശരിയല്ല. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും വളർന്ന ശേഷമാണ് യുവാവായാലും യുവതിയായാലും വിവാഹം തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആവശ്യമായ നിർദ്ദേശോപദേശങ്ങളും സഹായങ്ങളും നൽകുക ആണ് മാതാപിതാക്കളുടെ ധർമ്മം. കുറേ പതിറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ ബാലവേലയും ശൈശവ വിവാഹവും ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ഭാര്യ മരിക്കലും മറ്റും ഉണ്ടായിരുന്നുവെന്നത് ചരിത്രസത്യമാണ്. പക്ഷേ സ്വതന്ത്ര ഭാരതത്തിൽ അതെല്ലാം നിർത്തലാക്കിക്കഴിഞ്ഞു. കാലം പുരോഗമിക്കുകയുമാണ്. ഭാരതത്തിന് ഒരു ഭരണഘടനയുണ്ട്. അതനുസരിച്ച് നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്ന സകലരുടെയും ക്ഷേമത്തെയാണ് കാണുന്നത്. മതങ്ങളെയോ ജാതികളെയോ ഭാഷകളെയോ അല്ല, മനുഷ്യരെയാണ് കാണുന്നത്. എപ്പോഴും ഏത് കാര്യത്തിലും അങ്ങനെ ആയിരിക്കുകയും വേണം. ഒറ്റക്കെട്ടായി നിന്ന് രാജ്യത്തിന് ശക്തിയും യശസ്സും ഉണ്ടാക്കുക എന്നതാവണം ഏവരുടെയും ലക്ഷ്യം. വിഭാഗീയ ചിന്ത വിനാശകരമാണ്. വിദേശികൾ ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പലതരത്തിലുള്ള വിഭാഗീയതകൾ വിതച്ചാണ് നമ്മെ ദീർഘകാലം അടിമകളാക്കി വെച്ചത്. വീണ്ടും ഓരോ വിഭാഗീയതകൾ വളർത്തി സ്നേഹത്തെയും ക്ഷേമത്തെയും നാം കശാപ്പ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാത്തതാണ്. ആഗോളവൽക്കരണത്തിൻ്റെയും ആധുനിക സാങ്കേതിക വിദ്യകളുടെയും പ്രളയത്തിലാണ് ലോകം മുന്നോട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കുട്ടികളുടെ കുട്ടിത്വം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായി നാം കാണുന്നുണ്ട്. എല്ലാ മതങ്ങളും ഒരുപോലെ അടിവരയിട്ട് പറയുന്ന ധാർമ്മിക മൂല്യങ്ങൾ മുതിർന്നവരിലും കുട്ടികളിലും ഒരുപോലെ വളർത്തിയെടുക്കുന്ന ഉത്തമ ജീവിത വിദ്യാഭ്യാസമാകണം നമ്മുടെ ലക്ഷ്യം. ആഗ്രഹിക്കുന്ന അത്രയും ഉയർന്ന വിദ്യാഭ്യാസം പൂർത്തിയാക്കി സ്വന്തം കാലിൽ നിൽക്കാറായാൽ മാത്രമേ വിവാഹത്തെപ്പറ്റി ചിന്തിക്കൂ എന്ന് ഓരോ പെൺകുട്ടിയും ആൺകുട്ടിയും തീരുമാനിക്കണം. അതിനെതിരെ തന്നിൽ നിന്നായാലും മാതാപിതാക്കളിൽ നിന്നായാലും ഉണ്ടാകാവുന്ന പ്രലോഭനങ്ങളെയും നിർബന്ധങ്ങളെയും ഭീഷണികളെയും അതിജീവിച്ചേ പറ്റൂ. ബാല്യം തിരിച്ചു കിട്ടുകയില്ലെന്ന് ഓർക്കണം. വാർദ്ധക്യത്തിലെത്തുമ്പോൾ മധുരസ്മരണകളായി മനസ്സിൽ നിറയേണ്ടുന്ന ഒന്നാണ് ബാല്യകാലം. അത് സ്വന്തം കുട്ടികൾക്ക് നഷ്ടപ്പെടാൻ മാതാപിതാക്കൾ കാരണക്കാരായി കുട്ടികളുടെ ശത്രുക്കളായി മാറാതിരിക്കട്ടെ. മക്കൾ മാതാപിതാക്കളോട് ശത്രുതയുള്ളവരും ആകാതിരിക്കട്ടെ. സുഭാഷിതം. അവതരിപ്പിച്ചത് PI ശങ്കരനാരായണൻ.